Hello everyone, welcome back to another video of Triple I Commerce Academy. ഓണത്തിന്റെ മൂഡിലായിരിക്കും, ഓണത്തിന്റെ വൈബിലായിരിക്കും നിങ്ങൾ എല്ലാവരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്കൂളിലും നാട്ടിലും വീട്ടിലും ഒക്കെ അതായിരിക്കും. പ്രത്യേകിച്ച് പറയാൻ കാരണം ഇവിടെയും അതൊക്കെ തന്നെയാണ്. ഞങ്ങളും ഓണത്തിന്റെ ഒരു വൈബിലേക്കൊക്കെ വന്ന് തുടങ്ങുകയാണ്. ബാക്കിൽ കാണുന്ന പോലെ ഓണം എത്തിയിട്ടുണ്ട്. അപ്പം ഓണം എക്സാമിനേഷനും അതിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്നുണ്ടാവും ഓണം എക്സാംസ് ഓരോന്നായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ബാക്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഓണപ്പായസം പോലെ ആയിരിക്കണം ഓണം എക്സാമിനേഷൻ, സ്പെഷ്യലി ഇംഗ്ലീഷിന്റെ എക്സാമിനേഷൻ എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവുക, ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടാണ് ഓണം എക്സാമിനേഷന് സ്പെഷ്യലി ഇംഗ്ലീഷിന്റെ എക്സാം ഹാളിലേക്ക് കയറേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ ഓക്കെ ആണല്ലോ? യെസ്, ചാപ്റ്റേഴ്സ് ടു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻസിലാണ്. കുറേയധികം പ്രിപ്പറേഷൻസ് നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫൈൻ. അപ്പോൾ 7 ചാപ്റ്റേഴ്സ് ആണ് +2 ഇംഗ്ലീഷ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്, thoroughly നോക്കേണ്ടതായിട്ടുള്ളത്. 2 യൂണിറ്റ് ആണ്, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം അതുപോലെ തന്നെ ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഈ 2 യൂണിറ്റിൽ നിന്നുള്ള 7 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ പറയാം. ഓക്കെ, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ കാണുന്നുണ്ടാവും. പ്ലീസ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ഇഫ് യു ഡോണ്ട് നോ. അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഫോർ ദി എക്സാമിനേഷൻ എന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം പല ആൾക്കാർക്കും അവിടെയാണ് കയ്യിൽ നിന്ന് പോണത്. കാരണം നന്നായിട്ട് ചാപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ പോകും. പക്ഷേ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫോമാറ്റ് അറിയുന്നുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്രീസിയേഷൻ ചെയ്യണമെങ്കിൽ അതെങ്ങനെ എഴുതണം എന്ന് അറിയുന്നുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നറിയില്ല. ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാവും, പക്ഷേ ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമുക്ക് റൈറ്റിംഗിൽ എന്താ പറയുക, മാർക്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 10-20 സംഭവങ്ങളാണ് ബാക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഡിസ്കോഴ്സസിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇതെൻ്റെ വാക്ക്. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ സംഭവം, ആദ്യത്തെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ലെറ്റർ ടു ദ എഡിറ്റർ ആണ്. നമ്മൾ കുറേ നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ലെറ്റർ ടു ദ എഡിറ്റർ. അതിനൊരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് അതുപോലെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. പഠിച്ചിട്ട് പോവുക ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ബൈ ഹാർട്ട്, അങ്ങനെയല്ല ഞാൻ പറയണേ. അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഉണ്ടാക്കുക, എന്നിട്ട് എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുക. പിന്നെ എങ്ങനെ നരേഷൻ ചെയ്യാം, റൈറ്റപ്പ് എങ്ങനെ എഴുതണം, അതുപോലെ ഡയറി എങ്ങനെ എഴുതണം, ലൈവ് TV റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെ എഴുതണം, ലൈവ് TV റിപ്പോർട്ടിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. ആർട്ടിക്കിൾ എങ്ങനെ എഴുതണം അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കുക. അനൗൺസ്മെന്റ് എങ്ങനെ ചെയ്യാം, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അത് ചെയ്യേണ്ടത്, പാരഗ്രാഫ് റൈറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാനൽ ഡിസ്കഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പോയം അപ്രീസിയേഷൻ. അല്ല എന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. സ്പെഷ്യലി നിങ്ങളോട് നിങ്ങൾക്ക് 8 മാർക്കിനൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ വരിക. അതായത് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു പോം തരും. ആ പോം നിങ്ങൾ പഠിച്ച, നമ്മൾ 2 പോമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പഠിച്ച 2 പോയത്തിൽ ഏതെങ്കിലും ഒരു പോമായിട്ട് കമ്പയർ ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള, ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പോം, മേ ബി ഇറ്റ് കൻ ബി എനി വുമൺ, അല്ലാന്നുണ്ടെങ്കിൽ മെൻഡിങ് വോൾ, അതിൽ ഏതെങ്കിലും 2-1 ഈ 2 പോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 8 മാർക്കിന്. അപ്പോൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. പിന്നെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞത് കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് നിങ്ങളോട് എടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ബാൾവിൻ ആയിക്കോട്ടെ, മാർത്ത ആയിക്കോട്ടെ, അമിഗോ ബ്രദേഴ്സിലെ നമ്മുടെ ഫെലിക്സും ആന്റോണിയോ ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അനക്ഡോട്ടിലുള്ള ഗ്രാൻഡ് ഫാദർ, അതുപോലെ അങ്ങനെയുള്ള കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മൾ അത്യാവശ്യം പഠിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് ഡിസ്കസ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമ്മളെ എന്തായാലും അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡിബേറ്റ് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഏതൊരാളെ മുന്നിൽ കിട്ടിയാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്ലോഗ് റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബ്ലർബ് റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് സ്പീച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി വെക്കുക. ലെറ്റർ റൈറ്റിംഗിൽ തന്നെ ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. ഇതിൻ്റെ രണ്ടിനും സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ട്, രണ്ടിൻ്റെ ഫോമാറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഫോർമൽ ലെറ്റർ എഴുതേണ്ട സമയത്ത് നമ്മൾ കുറേ കൂടെ ഫോർമാലിറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട്, കുറേ സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ട്.
ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സർ അത് ഇത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, ഒരു കാഷ്വൽ ഫോം ഓഫ് റൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ഇമെയിൽ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ എങ്ങനെ എഴുതാം, ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഐഡിയ ആക്കി വെക്കുകയാണെങ്കിൽ തന്നെ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പല ആൾക്കാരുടെയും സംശയമാണ്, പല ആൾക്കാരും എന്നോട് ഡയറക്റ്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള അല്ല പലരുടെയും മനസ്സിലുള്ള ഒരു സംശയമാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പലർക്കും അല്ലേ. നമ്മൾക്ക് ഓണം എക്സാമിനേഷന് ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ എന്ന് പലരും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പേടിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ ആൾക്കാർ പറയുന്നത് പോലെ ഭയങ്കര ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തൊന്നുമില്ല. ഒരു 8 മുതൽ 12 മാർക്കിനായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, 80 മാർക്കിൽ ഒരു 8 മുതൽ 12 മാർക്ക്, ഒരു 10 മാർക്കിനൊക്കെ ആയിരിക്കും മാക്സിമം നിങ്ങളോട് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതും അങ്ങനെ ഒരുപാട് കട്ടുകെട്ടി എന്നുള്ളതൊന്നുമല്ല, ഒരു ബേസിക് ലെവലിലുള്ള സംഭവങ്ങൾ തന്നെ ആയിരിക്കും ചോദിക്കുക. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ഗ്രാമർ ബേസിസിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത് എന്നുള്ള നമ്മൾ അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ടെൻസസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ടെൻസ് ഫോംസ് ഏതൊക്കെ ടെൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 3 ടെൻസസ് ഉണ്ട്, അതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഒരു സെന്റൻസിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാനായിട്ട് നിങ്ങളോട് ചോദിക്കാം. എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചോദിക്കാനുള്ള ചോദിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്, അതുണ്ടാകും. റിപ്പോർട്ടഡ് സ്പീച്ച്, മേ ബി യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് ഏരിയ. ഗ്രാമർ ഓഫ് സജഷൻ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പാർട്സ് ഓഫ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. എസ്പെഷ്യലി അഡ്ജക്റ്റീവ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ബട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഏതാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് അറിയാലോ, നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കൊഹസീവ് ഡിവൈസസിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇഫ് ക്ലോസസും കൂടെ ഒന്ന്, ഇഫ് ക്ലോസസ് ഒക്കെ ഭയങ്കര റെയർ ആയിട്ടാണ് ചോദിക്കുക, പക്ഷേ ഒന്ന് മനസ്സിലാക്കി വെച്ചോ, ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ ഓൾറെഡി ഒരു മാർക്ക് മൈ വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അഗെയിൻ മാർക്ക് മൈ വേർഡ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് എക്സാം വിൽ ബി യോഴ്സ്, ദിസ് പേപ്പർ വിൽ ബി യോഴ്സ്. നിങ്ങളുടേതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓണം അടിപൊളിയാക്കുക, ഓണം എക്സാമിനേഷനും അടിപൊളിയാക്കുക. അത് മാത്രമാണ് പറയാനുള്ളത്. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് me Harry signing off from Triple I Commerce Academy. Happy learning.